ശരത് സച്ചിക്ക് നോട്ട് കെട്ടെടുത്ത് ആൽത്തറയിൽ വെച്ച് കൊടുക്കുന്നു. ഇത് കണ്ട് ദേഷ്യത്തോട് സച്ചി എഴുന്നേറ്റ്, നിനക്ക് സെൻറ്റിമെൻ്റൽ കൊണ്ടെങ്കിൽ നീ നിന്റെ വീട്ടുകാരെ മറന്ന് ഈ ക്രിമിനലിൻ്റെ കൂടെ ചേരുമോടാ എന്ന് പറഞ്ഞുകൊണ്ട് ആൻ്റണിയെ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന ആൻ്റണി സച്ചിയെ തല്ലാൻ വേണ്ടി കൈയോങ്ങുകയും, എന്നാൽ സച്ചി വളരെ കൂളായി ആ കൈ തടയുന്നു. പ്രശ്നം വഷളാകുമെന്ന് കണ്ട് ആൻ്റണിയെയും സച്ചിയെയും മഹേഷും ഗുണ്ടകളും ചേർന്ന് മാറ്റുന്നു. തുടർന്ന് ശരത് ആൻ്റണിയുടെ ബൈക്കിൽ കയറി പോകുന്നത് ദേഷ്യത്തോടെ സച്ചി നോക്കുന്നു. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സച്ചി രവിയുടെ അടുത്ത് പോയി നോട്ട് കെട്ട് നീട്ടിക്കൊണ്ട് അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് കള്ളൻ അടിച്ചുകൊണ്ട് പോയ കാശ് തന്നെയാണ് ഇത്. അപ്പോൾ രവി ചോദിച്ചു, അതെങ്ങനെ? സച്ചി പറഞ്ഞു, അത് ആ കള്ളനെ പോലീസ് പിടിച്ചു. രവിയെ നോക്കി പരാതി കൊടുക്കാതെ പോലീസ് കള്ളനെ പിടിക്കുകയും കള്ളൻ ആ പൈസ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. പോലീസ് അത് കാശ് നഷ്ടപ്പെട്ട ആളുടെ മകനെ ഏൽപ്പിച്ചു. ഞാൻ ആദ്യമായി എങ്ങനെയൊക്കെ കേൾക്കുന്നേ എന്ന് പുച്ഛത്തോടെ സച്ചിയെ നോക്കി പറയുന്നു. ഇത് കേട്ട് ദേഷ്യമായി സച്ചി നോക്കിക്കൊണ്ട്, മലേഷ്യയിൽ നിന്ന് നിന്റെ ഇളയച്ചൻ വന്നില്ലേ? അയാളെ കണ്ടിട്ട് മലേഷ്യയിൽ നിന്ന് വന്ന ലുക്കൊന്നുമില്ല, എന്നിട്ടും ഞങ്ങളത് വിശ്വസിച്ചില്ലേ? അതുപോലെ തന്നെയായി ഇതും. പിന്നീട് കാണിക്കുന്നത് ആലോചനയിലാണ്ടിരിക്കുന്ന ശ്രുതിയെയാണ്.